നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കടയ്ക്കലിൽ കുമ്മലിൽ പഴകിയ കോഴിയിറച്ചി പിടികൂടി. വിൽപ്പന നടത്താനായി ഓട്ടോറിക്ഷയിൽ എത്തിച്ച 300 കിലോ കോഴിയിറച്ചിയാണ് പിടികൂടിയത്. സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാർ പോലീസ് കസ്റ്റഡിയിൽ. ഡിജിപിയായി റവാഡ ചന്ദ്രശേഖരെ നിയമിച്ചതിനെ വിവാദമാക്കുന്നതിന് പിന്നിൽ ഒരു കൂട്ടം മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ജയരാജൻ. കേരളത്തിന്റെ അത്ഭുതകരമായ മുന്നേറ്റത്തെ തകർക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU നേതാവുമായിരുന്ന MA അലിയാർ അനുസ്മരണം കരിയിലക്കുളങ്ങരയിൽ. പോലീസിനെ കണ്ട് കഞ്ചാവുമായി വന്ന ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതിപിടിയിൽ. ഹരിപ്പാട് സ്വദേശി മധുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. പുനലൂർ KSRTC ഡിപ്പോയിൽ വീണ്ടും വാഹനാപകടം. സ്ത്രീയുടെ ഇടതുകാലിലൂടെ KSRTC ബസ് കയറിയിറങ്ങി. ഡിപ്പോയിൽ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ അപകടം. ഡിപ്പോ ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. വിശദമായ വാർത്തകളിലേക്ക്. കടയ്ക്കൽ കുമ്മലിൽ പഴകിയ കോഴിയിറച്ചി പിടികൂടി. വിൽപ്പന നടത്താനായി ഓട്ടോറിക്ഷയിൽ എത്തിച്ച 300 കിലോയോളം വരുന്ന കോഴിയിറച്ചിയാണ് പിടികൂടിയത്. സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം നേമത്ത് നിന്നും ഓട്ടോറിക്ഷയിൽ യാതൊരു സുരക്ഷയുമില്ലാത്ത രീതിയിൽ വിൽപ്പന നടത്താനായി എത്തിച്ച 300 കിലോയോളം വരുന്ന കോഴിയിറച്ചിയാണ് കടയ്ക്കൽ പോലീസും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് പിടികൂടിയത്. ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓട്ടോറിക്ഷ ഡ്രൈവറായ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെതിരെ കടയ്ക്കൽ പോലീസ് കേസെടുത്തു. ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും അൽഫാം, ഷവായി, ഷവർമ തുടങ്ങിയവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കട്ട് ചെയ്യാത്ത 300 കിലോയോളം വരുന്ന പഴകിയ കോഴിയിറച്ചിയാണ് ഓട്ടോറിക്ഷയിൽ നിന്നും പിടികൂടിയത്. രാവിലെ 10 മണിയോടുകൂടി കുമ്മൽ ജംഗ്ഷനിൽ വെച്ച് ഓട്ടോയിൽ നിന്നും വലിയ ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ കുമ്മൽ ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്തിനെയും കടയ്ക്കൽ പോലീസിനെയും വിവരമറിയിച്ചു. ആരോഗ്യവകുപ്പെത്തി പരിശോധന നടത്തിയപ്പോൾ യാതൊരു സുരക്ഷയുമില്ലാതെ ഹോട്ടലുകളിലും ബേക്കറികളിലും വിൽക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പഴകിയ ഇറച്ചിയാണെന്ന് കണ്ടെത്തി. കീറിപ്പറഞ്ഞൊരു ഓട്ടോറിക്ഷയിൽ ഈ സാധനം കൊണ്ടുപോകണ വണ്ടിയെ കണ്ടിട്ടാണ് പോലീസ് കൈയാണിച്ചത്. വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല. അങ്ങനെ പോലീസ് സംശയത്തിനത് മൊത്തം നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് ഈ കോഴിയെ ഡ്രസ്സ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അത് ഹെൽത്തുകാരെ വിളിച്ച് കാണിച്ച് ഹെൽത്തുകാരെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പം ഈ സാധനം പഴകിയതാണെന്നും പിന്നെ നിയമത്തിൽ നിന്ന് കൊണ്ടുവന്ന കോഴിയാണ്. കോഴി ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ 1-2 കടകളിൽ, കുമ്മളിൽ 1-2 കടകളിലും, കടയ്ക്കലും, ചടയമംഗലം, ഓയൂര്, അങ്ങനെ കുറെ കടകളിൽ കൊടുക്കാനാണ് കൊണ്ടുവന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഈ സാധനം കൊണ്ട് കുഴിച്ച് പോലീസ് ഹെൽത്തുകാരെ ഏൽപ്പിച്ച് ഹെൽത്തുകാർ ഇവിടെ അടുത്തുള്ള ഒരു കോറിയുടെ സമീപത്തോട്ട് കുഴിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത്രയാണ് സംഭവിച്ചിട്ടുള്ളത്. തുടർന്ന് പോലീസിന്റെയും പഞ്ചായത്തിന്റെയും സാന്നിധ്യത്തിൽ കുമ്മലിന് സമീപമുള്ള ക്വാറിയിൽ കുഴിയെടുത്ത് ഇറച്ചി കുഴിച്ചു മൂടുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറെയും ഓട്ടോറിക്ഷയും കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കാട്ടാന ശല്യം രൂക്ഷം. പിറവന്തൂർ, പെരുന്തോയിൽ, തലപ്പാക്കെട്ട്, ചാങ്ങപ്പാറ റൂട്ടിലാണ് പകൽ സമയത്തും കാട്ടാന കൂട്ടം എത്തുന്നത്. ഇവ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതായും പരാതിയുണ്ട്. പിറവന്തൂർ പഞ്ചായത്തിലെ പെരുന്തോയിൽ, തലപ്പാക്കെട്ട്, ചാങ്ങപ്പാർ റൂട്ടിലാണ് കാട്ടാനശല്യം രൂക്ഷമാകുന്നത്. പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ വസ്തുവിനോട് ചേർന്ന് മൈക്കമൈൻ വാർഡിൽ പകൽ സമയത്തും കാട്ടാനശല്യം രൂക്ഷമാണ്. കൃഷിക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അന്നുള്ള അന്നത്തിന് വേണ്ടി നമ്മുടെ മുതൽ മൊത്തവും ഉപയോഗിക്കുന്നത് കൃഷിക്ക് വേണ്ടിയാണ്. പാവപ്പെട്ട കൃഷിക്കാർ
ഇന്ന് വെള്ളി പിടിച്ച് ഓടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രധാന വിഷയം കാട്ടാനയാണ്. ദിനം പ്രതി കാട്ടാന ഇന്ന് കിഴക്കൻ മലയോര മേഖലയുടെ വഴി അരുവിലാണ് നിത്യവും. സമീപത്ത് സോളാർ പാനൽ ഉണ്ടെങ്കിലും ഇത് ഉപയോഗശൂന്യമായ നിലയിലാണ്. പകൽ സമയങ്ങളിൽ പോലും ജനങ്ങൾക്ക് യാത്രാക്ലേശം സൃഷ്ടിക്കുന്ന രീതിയിലാണ് കാട്ടാനയുടെ നിൽപ്പ്. ഇതെല്ലാം വന്ന് കാട്ടാന നശിപ്പിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. കാട്ടാനയും പന്നിയും പ്ലാവും ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ചെമ്പനരുവി മുതൽ നമ്മുടെ കറവൂർ വരെയും പെരുന്തോല്, മുള്ളുമല, മൈക്കാമൈൻ പ്രദേശങ്ങളിലെല്ലാം ഇന്ന് പേടി സ്വപ്നം ഈ കാട്ടാനയുടെയാണ്. വീഡിയോ പിടിക്കാനാണെങ്കിൽ ഒരുപാട് പേര് സഞ്ചാരികൾ ഉൾപ്പെടെ വരുന്ന അത് വഴിയൊരുക്കി കൊടുക്കുന്ന രീതിയിലാണ്. എന്നെ അങ്ങ് പിടിച്ചോ, ഞാൻ നാണ്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാട്ടാന വന്ന് റോഡിൽ വന്ന് നമുക്ക് വീഡിയോ പിടിക്കാൻ പരുവത്തിൽ നിൽക്കുന്നത്. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ പോലും പേടിയോടെയാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത്. കാട്ടാനകൾ കാർഷിക വിളകളും നശിപ്പിക്കുന്നതായും പരാതിയുണ്ട്. സത്യം പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ ഒക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊന്നും ഈ ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും കാണുന്നില്ലേ എന്നാണ് സാധാരണ ഒരു നാട്ടുകാരനായ എനിക്ക് ചോദിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അംഗനവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം. നഗരസഭ 39-ാം വാർഡ് കൌൺസിലർ ഷീബ ഷാനവാസിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കൌൺസിലർ അർഹരായവരെ ഒഴിവാക്കി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. അംഗനവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് നഗരസഭ 39-ാം വാർഡ് കൌൺസിലർ ഷീബ ഷാനവാസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഷീബ ഷാനവാസിന്റെ വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ളവർ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുന്ന ഒരു സമിതിയിൽ ആ സമിതിയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ പോലും വാസ്തവത്തിൽ സമിതിയിലെ അംഗമായ അല്ലെങ്കിൽ നഗരസഭയിലെ അംഗമായ കൗൺസിലർക്ക് യോഗ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് തന്നെ അവരെ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുന്നു. ഏറ്റവും അവസാനം 10,000-ലധികം ആളുകൾ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത്. ഒരു യോഗ്യതാ പരീക്ഷ നടത്തി 300 പേരെ യോഗ്യരായുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. ആ 300 പേരെ ഇന്റർവ്യൂ നടത്തി 19 പേർക്ക് നിയമനം കൊടുക്കുമ്പോൾ ആ നിയമനത്തിലെ 16-ാമത്തെ പേരുകാരിയായി ഈ വാർഡിലെ കൗൺസിലറെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന് മാത്രമല്ല പൊതുപ്രവർത്തകർക്ക് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ വഴിച്ചേരി അധ്യക്ഷത വഹിച്ചു. കായംകുളം നഗരസഭ ചെയർപേഴ്സൺ കാണിച്ച വൃത്തികെട്ട സമീപനം. ചെയർപേഴ്സന്റെ മുന്നിലേക്കാണ് ഇന്റർവ്യൂവിന് ചെല്ലുന്നത്. ഷീബ ഷാനവാസ് എന്നുള്ളത് അറിയില്ല എന്നാണ് പറയുന്നത്. ഷീബ യു എന്നാണ്. ഞങ്ങൾ ചോദിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവർക്ക് കൊടുത്തത്? ആദ്യം പറഞ്ഞു വിധവയാണോ, വിധവയാണെങ്കിൽ മാർക്കിടാം. ഓട്ടിസം ബാധിച്ച കുഞ്ഞിനാണോ, കുഞ്ഞിന്റെ തള്ളയാണോ, 10 മാർക്ക് കൊടുക്കാം. BPL പെട്ടവരാണോ, ആലോചിച്ച് നോക്കണം. BPL ലിസ്റ്റിൽ പെട്ടവരാണോ, അവർക്ക് കൊടുക്കാം. ഇതേതെങ്കിലും ഒന്നാണോ? ഇവിടെ ഇപ്പൊ ഉദ്യോഗം വാങ്ങിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നേതാക്കളായ അഡ്വക്കേറ്റ് A. ത്രിവിക്രമൻ തമ്പി, T. സൈനലാബുദ്ദീൻ, AJ ഷാജഹാൻ, AP ഷാജഹാൻ, K. പുഷ്പദാസ്, ഗായത്രി തമ്പാൻ, ബിദു രാഘവൻ, P. രാജേന്ദ്രക്കുറുപ്പ്, സന്തോഷ് വെളുത്തെടുത്ത്, തയ്യിൽ റഷീദ്, PN രമേശൻ, ഷെഫി വളയത്ത്, PA കുഞ്ഞുമോൻ, BS വേലായുധൻപിള്ള, G. ശിവപ്രസാദ്, അമ്പിയിൽ രാജൻപിള്ള, അൻസാരി കോയിക്കലേത്ത്, ഷീജ റഷീദ്, സുധാ സുധാകരൻ, R. ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പുനലൂർ KSRTC ഡിപ്പോയിൽ വീണ്ടും വാഹനാപകടം. സ്ത്രീയുടെ ഇടത് കാലിലൂടെ KSRTC ബസ് കയറിയിറങ്ങി. ഡിപ്പോയിൽ ഒരാഴ്ചക്കിടെയുണ്ടായ രണ്ടാമത്തെ അപകടമാണിത്. പുനലൂർ KSRTC ഡിപ്പോയിൽ വീണ്ടും അപകടം. വയോധികയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങി. തിങ്കളാഴ്ച രാവിലെ 10:15ഓടെയായിരുന്നു അപകടം. ആക്രിപെറുക്കിയും മറ്റും പട്ടണത്തിൽ കഴിഞ്ഞു വന്നിരുന്ന തമിഴ്നാട് സ്വദേശിനിയുടെ കാലിലൂടെയാണ് ബസ് കയറി ഇറങ്ങിയത്. തെങ്കാശിയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ RPC 27 എന്ന ബസ്സാണ് വയോധികയുടെ കാലിലൂടെ കയറി ഇറങ്ങിയത്.
നാട്ടുകാർ ഉടൻ തന്നെ ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ദിവസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ ബസ് കാലിലൂടെ കയറിയിറങ്ങിയ കാഞ്ഞിരമല സ്വദേശി മുരുകേശൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരണപ്പെട്ടിരുന്നു. KSRTC ഡിപ്പോയുടെ ശോച്യാവസ്ഥയും ഡ്രൈവർമാരുടെ അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. പുനലൂർ KSRTC ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ ചലോ മൊബൈൽ ആപ്പിൽ ഇനി ലഭ്യമാകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പത്തനാപുരം KSRTC ഡിപ്പോയുടെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ബസ്സിനെ കുറിച്ചും ഒഴിവുള്ള സീറ്റുകളെ കുറിച്ചും ആപ്പിലൂടെ വിവരം ലഭിക്കും. ടിക്കറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് കാർഡുകളും മൊബൈൽ ആപ്പ് വഴി ചാർജ് ചെയ്യാനാകും. അച്ചടിച്ച 90,000 കാർഡുകളിൽ 82,000 കാർഡുകൾ വിൽപ്പന നടത്തി. 5 ലക്ഷം കാർഡുകൾ കൂടി ഉടൻ സജ്ജമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിലവിൽ 26 KSRTC ഡിപ്പോകൾ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറി. റോഡിലേക്ക് മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ ബസ്സുകളിൽ ഏർപ്പെടുത്തിയ ഡസ്റ്റ്ബിൻ സൗകര്യം സ്വകാര്യ ബസ്സുകളിലും സജ്ജമാക്കും. ദീർഘദൂര യാത്രയ്ക്ക് കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ ബസ്സുകൾ ഉടൻ നിരത്തിലിറക്കുമെന്നും വൈഫൈ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും ഉന്നത നിലവാരമുള്ള വണ്ടികളാണ്. അത്ര മനോഹരമായ സീറ്റുകളും സൗകര്യങ്ങളുമുള്ള വണ്ടിയാണ് വരാൻ പോകുന്നത്. സ്ലീപ്പർ ബസ്സുകൾ, സെമി സ്ലീപ്പർ, പിന്നെ സ്ലീപ്പറും സെമി സ്ലീപ്പർ സീറ്ററും സ്ലീപ്പറും കൂടിയുള്ള വണ്ടികൾ, വൈഫൈ സംവിധാനങ്ങൾ, ഇതെല്ലാം വിജയമായി മാറും. അതെല്ലാം വരുമ്പോൾ ഇതിലേക്ക് യാത്ര ആകർഷിക്കുന്നു. പത്തനാപുരം KSRTC ഡിപ്പോയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2000 ഡസ്റ്റ്ബിന്നുകളുടെയും ബസ് സ്റ്റേഷനുകളിലേക്ക് ലഭിച്ച 600 ഡസ്റ്റ്ബിന്നുകളുടെയും സംസ്ഥാനതല വിതരണോദ്ഘാടനവും പത്തനാപുരം യൂണിറ്റിൽ പുതിയതായി പണി കഴിപ്പിച്ച ഗ്യാരേജ് ഷെഡിന്റെയും മില്ലറ്റ് മാതൃകാത്തോട്ടത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 7,24,000 രൂപ വിനിയോഗിച്ചാണ് പത്തനാപുരം ഡിപ്പോ കമ്പ്യൂട്ടർവൽക്കരിച്ചത്. ചീഫ് ഓഫീസ് ഉൾപ്പെടെ മുഴുവൻ ഓഫീസുകളും ഓഫീസ് സംവിധാനത്തിലേക്ക് മാറുകയാണ്. മുത്തൂറ്റ് മിനി ഗ്രൂപ്പാണ് ഡസ്റ്റ്ബിന്നുകൾ സ്പോൺസർ ചെയ്തത്. ഇനി എന്താണ്, ഓരോ ബസ് സ്റ്റേഷൻ വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ഇന്ന് നമ്മളൊരു പദ്ധതി നടപ്പിലാക്കി. അതിന് മുത്തൂറ്റ് ഗ്രൂപ്പാണ് നമ്മളെ സഹായിച്ചത്. അതിൽ നമ്മൾ തന്നെ ഒരു ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ കോർഡിനേറ്റർ വെച്ചു, ശ്രീമതി ശശികല. ഇവരെ നമ്മൾ കോൺട്രാക്ട് വ്യവസ്ഥയിൽ എടുത്താണ്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് പൊതുമേഖലാ സ്ഥാപനം, ഒരു സർക്കാർ സ്ഥാപനം, ഒരു ഹൗസ് കീപ്പിംഗ് ഓഫീസർ നിയമിക്കുന്നത്. അത് എൻ്റെ മനസ്സിലെ ആശയമാണ്. അങ്ങനെ വെച്ചു. എന്താണ്, നമ്മൾ വൃത്തിയായി ബസ് സ്റ്റേഷൻ വൃത്തിയാക്കണം. നമുക്ക് അഭിമാനത്തോട് പറയാം, ഈ വർഷം മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ പ്രഖ്യാപിച്ച ശുചിത്വ കേരള മിഷന്റെ ഭാഗമായി സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ ഏതാണ്ട് 64 സ്ഥലങ്ങളിൽ ഡിപ്പോ 10 ഡിപ്പോ ഒഴിച്ച് ബാക്കി 93 ഡിപ്പോയിൽ 10 ഡിപ്പോ ഒഴിച്ച് ബാക്കി മുഴുവൻ ഡിപ്പോകളുടെയും ശുചിത്വ കേരള മിഷൻ അംഗീകരിച്ചുകൊണ്ടുള്ള സമ്മാനവും സർട്ടിഫിക്കറ്റും KSRTC ലഭിച്ചിട്ടുണ്ട്. KSRTCയും ജഗൻസ് മില്ലറ്റ് ബാങ്കും സംയുക്തമായി മില്ലറ്റ് ചെറുധാന്യങ്ങളുടെ പ്രചരണാർത്ഥം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മില്ലറ്റ് മാതൃകാത്തോട്ടം. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N തുളസി അധ്യക്ഷത വഹിച്ചു. KSRTC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PS പ്രമോജ് ശങ്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ്, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ഷാജഹാൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AB അൻസാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KY സുനറ്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കിസ് ബീഗം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ഷാനവാസ്, വാർഡംഗം സലൂജ ദിലീപ്, KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ്, KSRTC ജീവനക്കാർ, യാത്രക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണി, ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. വള്ളികുന്നം കടുവിനാൽ സ്വദേശി ബാബുവാണ് ആത്മഹത്യ ചെയ്തത്. ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തെന്നാണ് പരാതി. വള്ളികുന്നം കടുവിനാലാണ് സംഭവം. കടുവിനാൽ മേലേത്തറ കോളനിയിൽ മലവിള വീട്ടിൽ ബാബുവാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയതായും പരാതിയുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. DGP-ആയി റവാഡ ചന്ദ്രശേഖരെ നിയമിച്ചതിനെ വിവാദമാക്കുന്നതിന് പിന്നിൽ ഒരു കൂട്ടം മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU നേതാവുമായിരുന്ന MA അലിയാർ അനുസ്മരണം കരിയിലക്കുളങ്ങരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ അത്ഭുതകരമായ മുന്നേറ്റത്തെ തകർക്കാനാണ് കോൺഗ്രസും BJP-യും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു.
DGP-ആയി രവേദ ചന്ദ്രശേഖരനെ നിയമിച്ചതിനെ വിവാദമാക്കുന്നതിനു പിന്നിൽ ഒരു കൂട്ടം മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവുമാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CI2 നേതാവുമായിരുന്ന MA അലിയാരുടെ 4ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കരിയിലക്കുളങ്ങരയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കമ്മീഷൻ റിപ്പോർട്ടിൽ രവേദ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെ കുറിച്ച് അദ്ദേഹത്തിന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കിയാൽ പിന്നെ ഒരാളെ DGP ആക്കിയതിനെ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പേരും പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്നത് കാണുമ്പോഴാണ് അതിശയം തോന്നുന്നത്. അത് സതുദ്ദേശത്തിലല്ല. അന്ന് പോലീസുകാരുടെ ഹക്കീം ബത്തേരിയുടെ ആദ്യത്തെ അടി കിട്ടുന്നത് എനിക്കാണ്. എന്റെ തലയിൽ അന്ന് 10-12 സ്വിച്ച് ഉണ്ട്. ബോധരഹിതനായി കൂത്തുപറമ്പിൽ വീണു. അന്ന് ഞങ്ങളെയൊക്കെ ഈ ഹക്കീം ബത്തേരി അടക്കമുള്ളവർ മർദ്ദിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലുകാരന്നില്ല. എന്നാൽ നമ്മുടെ പത്രങ്ങൾക്ക് ജയരാജനെ ക്രൂരമായി തല്ലിയ ഹക്കീം ബത്തേരി ഇനി സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. മനോരമയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, മാതൃഭൂമിയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ കൂത്തുപറമ്പ് വെടിവെപ്പിലൂടെ 5 പേരുടെ ജീവൻ അപഹരിച്ച സഖാക്കൾ രാജീവിനെയും ബാബുവിനെയും ശിവപാലിനെയും റോഷനെയും ഉൾപ്പെടെയുള്ള 5 പേരെ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ സഖാവ് പുഷ്പനെ കൊല്ലാക്കൊല ചെയ്ത ആ സംഭവത്തെ കുറിച്ചുള്ള അതിനിരയായ DYFI പ്രവർത്തകന്മാരെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയല്ല ഇപ്പൊ ചില മാധ്യമങ്ങൾ രംഗത്ത് വരുന്ന. ഇന്ന് രാത്രി അന്തിച്ചർച്ചയ്ക്ക് ഇതൊരു വിഷയമായി. കേരളത്തിന്റെ അത്ഭുതകരമായ മുന്നേറ്റത്തെ തകർക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നത്. ഇന്ന് നാട് നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ LDFിനെ കഴിയുമെന്നും ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും MV ജയരാജൻ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ V പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ KV പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. CPM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ U പ്രതിഭ MLA, P ഗാനകുമാർ, ഷെയ്ഖ് P ഹാരിസ്, ഏരിയ സെക്രട്ടറി B അബിൻഷാ, V അരവിന്ദാക്ഷൻ, S നസീം, S ആസാദ്, S ഗോപിനാഥൻ പിള്ള, V മുരളീധരൻ, R രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ എന്നിവർ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ അനുസ്മരണ റാലിയിൽ സ്ത്രീകളടക്കം 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. CPM ജില്ലാ സെക്രട്ടറി R നാസർ അടക്കം നിരവധി നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പോലീസിനെ കണ്ട് കഞ്ചാവുമായി വന്ന ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതിപിടിയിൽ. ഹരിപ്പാട് സ്വദേശി മധു ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. ഏരൂർ മണ്ണംകോണത്ത് നിന്നും പോലീസിനെ കണ്ട മധു 1.25 കിലോയോളം കഞ്ചാവുമായി വന്ന ബൈക്കും ഉപേക്ഷിച്ചാണ് രക്ഷപ്പെട്ടത്. പോലീസിനെ കണ്ട് കഞ്ചാവുമായി വന്ന ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതിയെയാണ് ഹരിപ്പാട് നിന്നും ഏരൂർ പോലീസ് പിടികൂടിയത്. ഹരിപ്പാട് സ്വദേശിയും ഭാരതീപുരം മറവഞ്ചിറ ലക്ഷം വീട്ടിൽ താമസിച്ചു വരികയുമായിരുന്ന മധുവിനെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. ഏരൂർ മണ്ണാങ്കോണത്ത് നിന്നും പോലീസിനെ കണ്ട മധു 1.25 കിലോയോളം വരുന്ന കഞ്ചാവുമായി വന്ന ബൈക്കും ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഏരൂർ പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. മധു ഹരിപ്പാടുള്ള വീട്ടിലുള്ളതായി പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഹരിപ്പാടെത്തി പോലീസ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്ക് എവിടെ നിന്നാണ് കഞ്ചാവ് ലഭിച്ചതെന്നും ആർക്കായി കൊണ്ടുവന്നതാണെന്നുമുള്ള കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കലാ സാംസ്കാരിക സന്ധ്യയും മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ആരവം എന്ന പേരിൽ DYFI കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പരീക്ഷാ വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. DYFI കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കലാ സാംസ്കാരിക സന്ധ്യയും മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചത്. ആരവം 2025 എന്ന പേരിലായിരുന്നു പരിപാടി. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. എവിടെയാണ് ഒരു തൊഴിൽ ലഭിക്കുക എന്നതാണ് ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം.
രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് DYFI അതിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശക്തമായി ആവശ്യപ്പെട്ടതും DYFI സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു കലാപ്രതിഭകൾക്കുള്ള ആദരവ് നിർവഹിച്ചു. മുൻ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് K സോമപ്രസാദ് +2 വിജയികൾക്കുള്ള ആദരവും, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ SSLC വിജയികൾക്കുള്ള ആദരവും നിർവഹിച്ചു. DYFI കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ശ്യാം മോഹൻ യൂത്ത് ബ്രിഗേഡ് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TR ശങ്കരപിള്ള വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ആദരവ് നിർവഹിച്ചു. DYFI ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് S വലിയപാടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി S സുധീർ ഷാ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അപകടത്തിൽ മരിച്ച മുരുകേഷിന് നാടിന്റെ അന്ത്യാഞ്ജലി. പുനലൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് ബസ് കാലിലൂടെ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റ മുരുകേശൻ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പുനലൂർ ദീൻ ആശുപത്രിയിലെ ജീവനക്കാരനായിരുന്നു മുരുകേശൻ. പുനലൂർ KSRTC ഡിപ്പോയ്ക്ക് മുന്നിലെ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് പുനലൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് ബസ് കാലിലൂടെ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത്. പുനലൂർ കാഞ്ഞിരമല പുത്തൻ വീട്ടിൽ 52 വയസ്സുള്ള മണി എന്ന മുരുകേശനാണ് മരിച്ചത്. പുനലൂർ ദീൻ ആശുപത്രിയിലെ ജീവനക്കാരനായിരുന്നു മുരുകേശൻ. ജൂൺ 19 വ്യാഴാഴ്ചയാണ് അപകടമുണ്ടായത്. മലയോര ഹൈവേയോട് ചേർന്ന് ബസ്സുകൾ ഡിപ്പോയിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിനരികിലൂടെ നടക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. തെങ്കാശിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. തുടർന്ന് ബസ് തട്ടി വീണ മുരുകേശന്റെ ഇടതുകാലിലൂടെ അതേ ബസ് തന്നെ കയറിയിറങ്ങുകയായിരുന്നു. തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മുരുകേശനെ മാറ്റിയിരുന്നു. ഇവിടെ ചികിത്സ തുടരുന്നതിനിടയിലാണ് ഞായറാഴ്ച മരണത്തിന് കീഴടങ്ങിയത്. തിങ്കളാഴ്ച മുരുകേശൻ ജോലി ചെയ്തിരുന്ന പുനലൂർ ദീൻ ആശുപത്രിയിൽ മുരുകേശന്റെ ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ നിരവധി പേരാണ് മുരുകേശനെ ഒരു നോക്ക് കാണാനായി എത്തിയത്. പൊതുദർശനത്തിന് ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുദിനാചരണം നടത്തി. 12ാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കരുദിനാചരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക, 6 ഗഡു ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശാസ്താംകോട്ട ടൗണിൽ പ്രതിഷേധ പ്രകടനവും സബ് ട്രഷറിക്ക് മുന്നിൽ യോഗവും നടത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം K രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് അത് നടപ്പിലാക്കാൻ കമ്മീഷനെ നിയമിക്കാത്തതുകൊണ്ട് അന്ന് സംസ്ഥാന വ്യാപകമായി 199 ട്രഷറികളിൽ 10,000-ത്തിലധികം പേർ പങ്കെടുത്ത പ്രക്ഷോഭ പരിപാടി പ്രകടനം ഉൾപ്പെടെ നടത്തുകയുണ്ടായി. അന്ന് ധർണയായിട്ട് നടത്തി. ഇനിയൊരു ധർണയ്ക്ക് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട്, സമയം കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രതിഷേധം കരിദിനമായിട്ട് ആചരിക്കുകയാണ്, സംസ്ഥാന വ്യാപകമായിട്ട് ആചരിക്കുകയാണ്. ഈ പെൻഷൻ കുടിശ്ശിക ആയിട്ട് ഇപ്പോൾ 1 വർഷം, കുടിശ്ശികയായിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പെൻഷൻകാരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇത്തരം സമരം നടത്തുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് അർത്തീൽ അൻസാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി N സോമൻപിള്ള, നിയോജക മണ്ഡലം സെക്രട്ടറി KG ജയചന്ദ്രൻപിള്ള, നേതാക്കളായ SS ഗീതാഭായ്, ഷൂർനാട് വാസു, D ബാബുരാജൻ, MI നാസർ ഷാ, M അബ്ദുൾ സമദ്, ശങ്കർപിള്ള, ആയിക്കുന്നം സുരേഷ്,
അസൂറ ബീബി, ജോൺ മത്തായി, സലീലകുമാരി, കെ സാവിത്രി, ശൂരനാട് രാധാകൃഷ്ണൻ, രാജീവൻ, ജോൺ പോൾ സ്റ്റഫ്, എം ജോർജ്, എച്ച് എ സലീം, വി എൻ സദാശിവൻ പിള്ള, വി പ്രകാശ്, രാധാകൃഷ്ണപിള്ള, സുരേഷ് പുത്തൻമഠം, ഡോക്ടർ എം എ സലീം, രാജൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ KSRTC ബസ് ഡിപ്പോ ഉപരോധിച്ച് കോൺഗ്രസ്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാഹനം ഇറങ്ങുന്ന സ്ഥലത്ത് കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചത് അപകടത്തിന് കാരണമാകുന്നതായും പ്രതിഷേധക്കാർ ആരോപിച്ചു. പുനലൂർ KSRTC ബസ് ഡിപ്പോയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. ഡിപ്പോ ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. ബസ് സ്റ്റാൻഡിൽ വാഹനം ഇറങ്ങുന്ന സ്ഥലത്ത് കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. കോൺഗ്രസ് പ്രവർത്തകരായ C വിജയകുമാർ, നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ G ജയപ്രകാശ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സർക്കാർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സാറ് സർക്കാരിനോട് മദ്യം കൊടുക്കണ്ട, ഒരു മദ്യം വെച്ചിട്ടാണ് വന്നതെങ്കിൽ മദ്യം കൊടുക്കണ്ട. ഇവിടെ വെച്ച് എല്ലാ ദിവസവും ഇതുണ്ടായിക്കൊണ്ടിരിക്കുക. ഒരെണ്ണം വന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് രണ്ട് സ്ത്രീകളുടെ അടുത്ത് വണ്ടി കയറി നിരന്തരം അപകടം ഉണ്ടാവുക. ഇത് തുടർച്ചയായ ദിവസങ്ങളെ ആളുകളെ കൊല്ലുക. നമുക്കിതെങ്ങനെ സഹിച്ചുകൊണ്ട് പോകാൻ പറ്റും? ഈ നാട്ടിലുള്ളവരില്ലേ സാറേ? ഈ മരം മുറിച്ചിട്ടിട്ട് 15 ദിവസമായി ഈ നഗരസഭ ഇന്ന് ഇത് എടുക്കാൻ പറഞ്ഞു. ഇവിടുത്തെ ന്യായമാണ് സാറെന്താ അത് പറയാൻ? മരം മുറിച്ച് ഇവിടെ റോഡിൽ ഇട്ടുമ്പോൾ ചാളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇതിനകത്ത് പ്രശ്നം ഇതിനകത്ത് ATO ഒന്നും അല്ല പ്രശ്നം. അശാസ്ത്രീയമായിട്ടാണ് ഈ ബസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടുണ്ടാക്കി. അന്ന് എല്ലാവരും പൊതുപ്രവർത്തകരെ മുഴുവൻ പത്രക്കാരും അവിടെ പറഞ്ഞു ഇങ്ങനെ പണിയരുതെന്ന് പറഞ്ഞു. ഇപ്പൊ കയറാനും ഇറങ്ങാനും സ്ഥലമില്ലാത്ത അവസ്ഥ. ഇതുണ്ടാക്കി വെച്ച ആരാ? ഞങ്ങളാരണ്ടാന്നോ? ഒരാഴ്ചക്കിടെ 2 അപകടങ്ങളാണ് പുനലൂർ KSRTC ഡിപ്പോയിൽ നടന്നത്. പുനലൂർ ദീൻ ആശുപത്രിയിലെ ജീവനക്കാരനായ മുരുകേശന് കഴിഞ്ഞ 19-നാണ് അപകടമുണ്ടായത്. തുടർന്ന് ഞായറാഴ്ച ചികിത്സയിലിരിക്കെ മുരുകേശൻ മരിച്ചിരുന്നു. ചൊവ്വാഴ്ച രാവിലെയും പുനലൂർ KSRTC ഡിപ്പോയിൽ അപകടമുണ്ടായി. സ്ത്രീയുടെ കാലിലൂടെയാണ് ബസ് കയറിയിറങ്ങിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ ഡിപ്പോ ഉപരോധിച്ചത്. തുടർന്ന് പ്രവർത്തകരും പോലീസും KSRTC ഉദ്യോഗസ്ഥരും ചർച്ച നടത്തി. ഉടൻ പരിഹാരം കാണാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്. കണക്കിന് രൂപ കമ്മീഷൻ അടിക്കാൻ വേണ്ടി പുനലൂർ MLAയുടെ നേതൃത്വത്തിൽ പണിയ ഈ കെട്ടിടമാണ്. ഇതിനൊരു പ്രയോജനം യാത്രക്കാർക്കും ജീവനക്കാർക്കും ഇല്ല. ഈ ബസ് സ്റ്റേഷനില്ല. ഇതിവിടെ ഇല്ലായിരുന്നെങ്കിൽ കൂടുതൽ വാഹനങ്ങൾക്ക് സൗകര്യപ്രദമായി കയറി ഇറങ്ങി പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റണമെന്നുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുക. ഈ അശാസ്ത്രീയമായി നിർമ്മിച്ച കെട്ടിടം അടിയന്തരമായി പൊളിച്ചു മാറ്റാനുള്ള ആവശ്യങ്ങൾ ഉണ്ടാക്കണം. താലൂക്ക് വികസന സമിതിയിൽ അടക്കം ഉന്നയിച്ചുകൊണ്ട് ATO അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. SI സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഈ കെട്ടിടങ്ങളിൽ പൊളിച്ചു മാറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശാശ്വതമായ പരിഹാരം ഈ പ്രശ്നത്തിൽ ഉണ്ടാകുന്നത് വരെ ഇപ്പം താൽക്കാലികമായിട്ടാണ് ATOയോട് ഉറപ്പിട്ടിരിക്കുന്നത്. ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കടയ്ക്കലിൽ കുമ്പളിൽ പഴകിയ കോഴിയിറച്ചി പിടികൂടി. വിൽപ്പന നടത്താനായി ഓട്ടോറിക്ഷയിൽ എത്തിച്ച 300 കിലോ കോഴിയിറച്ചിയാണ് പിടികൂടിയത്. സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാർ പോലീസ് കസ്റ്റഡിയിൽ. DGP-യായി റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിനെ വിവാദമാക്കുന്നതിന് പിന്നിൽ ഒരു കൂട്ടം മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ജയരാജൻ. കേരളത്തിന്റെ അത്ഭുതകരമായ മുന്നേറ്റത്തെ തകർക്കാനാണ് കോൺഗ്രസും BJP-യും ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU നേതാവുമായിരുന്ന MA അലിയാർ അനുസ്മരണം കരിയിലക്കുളങ്ങരയിൽ. പോലീസിനെ കണ്ട് കഞ്ചാവുമായി വന്ന ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതിപിടിയിൽ. ഹരിപ്പാട് സ്വദേശി മധുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. പുനലൂർ KSRTC ഡിപ്പോയിൽ വീണ്ടും വാഹനാപകടം. സ്ത്രീയുടെ ഇടതുകാലിലൂടെ KSRTC ബസ് കയറിയിറങ്ങി. ഡിപ്പോയിൽ ഒരാഴ്ചക്കിടെ 2ാമത്തെ അപകടം. ഡിപ്പോ ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.